നമസ്കാരം. കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് CPM BJP അന്തർധാര എന്നത്. CPM-ഉം BJP-യും തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് അന്തർധാരയുള്ളത് എന്ന് ചോദിച്ചാൽ ഇനി അന്തർധാര ഉണ്ടാവാൻ ബാക്കി വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അടിയന്തര ഘട്ടങ്ങളിലൊക്കെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് വേണ്ടി വോട്ട് പിടിക്കാൻ അമിത്ഷാ കേരളത്തിലെത്തുമോ എന്ന് പോലും. പരമാവധി ഹിന്ദു പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM-ൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇടതുമുന്നണി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും അതുപോലെ ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതും എല്ലാം തന്നെ. കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയൊക്കെ തന്നെ കണ്ടതും. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ BJP നേതാക്കൾ ഉൾപ്പെട്ടിരുന്ന കുഴൽപ്പണ വിവാദത്തിലെ അതിൻ്റെ അന്വേഷണം ഏതുവരെ എത്തിയത് നമ്മൾക്കാർക്കും അറിയില്ല. പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് കോടതി എത്ര തവണയാണ് മാറ്റിവെക്കുന്നതെന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളും അന്ന് ഉണ്ടായ വലിയ തോതിലുള്ള സംഭവവികാസങ്ങളുമൊക്കെ ഒരു കാര്യത്തിലേക്കാണ് വെല്ലിച്ചു കൊണ്ടുന്നത്. ഏതോ അദൃശ്യ ശക്തികൾ ഇവർ തമ്മിലുള്ള അന്തർധാരയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന്. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചതിൻ്റെ പട്ടിക എടുക്കുകയാണെങ്കിൽ അത് വളരെ നീണ്ടതായിരിക്കും. പിന്നെ ഈ BJP എന്ന് പറഞ്ഞാൽ CPM-ന് അങ്ങനെ ഒരു അസ്പൃശ്യത കൽപ്പിക്കേണ്ട പാർട്ടിയൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് 70-കളിൽ ഇവർ ഒരുമിച്ച് നിന്നവരാണ്. ആ കഥ കൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. 1977-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ, അന്ന് ലോക്സഭയിലെയും നിയമസഭയിലേക്കും ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ ഭാരതീയ ജനസംഘം, അതായത് ഇന്നത്തെ BJP-യുടെ മുൻഗാമി, അവരെല്ലാവരും കൂടെ ചേർന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പഴയ സംഘടനാ കോൺഗ്രസ്സുകാരും എല്ലാം ഒത്തുചേർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കുകയും ജനതാ പാർട്ടിയുടെ ആ ഒരു മുന്നണിയിലാണ് അന്ന് CPM മത്സരിച്ചത്. 1977-ലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അന്ന് പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ചിരുന്നു. അന്ന് പിണറായി വിജയനും KG മാരാരും O രാജഗോപാലും എല്ലാം ഒരു മുന്നണിയിൽ നിന്ന് തന്നെയാണ് മത്സരിച്ചത്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് പിടിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ BJP-യുടെ മുൻഗാമിയുടെ വോട്ട് നന്നായി വാങ്ങിച്ചിട്ട് തന്നെ ആയിരിക്കാം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് വിജയിച്ചത്. ഇക്കാര്യം ഇപ്പോൾ പലരും മറന്നുപോകുമെങ്കിലും നമുക്കൊന്ന് ഓർമ്മിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ പിന്നീട് 80-കളിൽ BJP രൂപീകരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഇവരൊരു അടുപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM നേതാക്കൾ ഒരു അകലം പാലിക്കാൻ ശ്രമിച്ചത്. അതിനെല്ലാം തന്നെ സൈദ്ധാന്തിക അവലോകനങ്ങൾ അവർ നടത്തിയിരുന്നു. 1977 എന്തുകൊണ്ടാണ് തങ്ങൾ ഒരുമിച്ച് നിന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടുമില്ല. അത് പൊതുശത്രുവായ ഇന്ദിരാഗാന്ധി നേരിടാനാണെന്നും അടിയന്തരാവസ്ഥയെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്കൊപ്പം നിന്നത് എന്നുള്ള ഒരു എങ്ങും തൊടാത്ത ന്യായീകരണം മാത്രമാണ് അക്കാലത്തും ഇക്കാലത്തും ഒക്കെ തന്നെ CPM നേതാക്കൾ നൽകിയിട്ടുള്ളത്. 1977-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിൽ ഐക്യമുന്നണി, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി, അന്ന് CPI-യും കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, അവർക്ക് വലിയ തോതിലുള്ള ഭൂരിപക്ഷം ലഭിക്കുകയും ഒരു അധികാരത്തിലെത്തുകയും ചെയ്തു. പക്ഷേ കണ്ണൂർ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പിണറായി വിജയനെ പോലെയുള്ള അല്ലെങ്കിൽ MV രാഘവനെയൊക്കെ പോലുള്ള നേതാക്കന്മാർ അന്ന് വിജയിച്ച് വരികയും ചെയ്തു. അന്ന് ഈ CPM-ൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ജയിച്ച് വന്നതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ ജനസംഘത്തിൻ്റെ വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നും അവർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ സംശയം ചോദിക്കുന്നത്, പിണറായി വിജയൻ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അമിത്ഷാ വോട്ട് ചോദിക്കാൻ വരുമോ എന്ന്. തീർന്നില്ല, ഇനിയുമുണ്ട്. 1989-ൽ VP സിംഗിൻ്റെ നേതൃത്വത്തിൽ അന്നൊരു മുന്നണി രൂപീകരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് BJP-യും CPM-ഉം ഒരുമിച്ച് നിന്നാണ് ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയത്. അന്നത്തെ ഒരു ചിത്രം ഇപ്പോഴും പലരും ഓർത്തിരിക്കുന്നുണ്ടാകാം. EMS-ഉം ജ്യോതി ബാസുവും LK അദ്വാനിയും AB വാജ്പേയി എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന, VP സിംഗിന് ചുറ്റും നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നീട് 1990-ൽ ആ മന്ത്രിസഭ നിലംപതിച്ചു. മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് BJP പിന്തുണ പിൻവലിച്ചപ്പോഴാണ് ഇത് നടന്നത്. എന്നാൽ പിന്നീട് നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും ഇവർ തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന എത്രയോ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. 1991-ലെ തിരഞ്ഞെടുപ്പിൽ അന്ന് ഇവർ ഇപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, കോലീബി സഖ്യമെന്ന്. 1991-ലെ തിരഞ്ഞെടുപ്പിൽ അന്ന് ഡോക്ടർ മാധവൻകുട്ടിയും അഡ്വക്കേറ്റ് രത്നസിംഗുമൊക്കെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അത് കോലീബി സഖ്യം എന്ന് വിളിച്ചാണ്, അത് കോൺഗ്രസ് BJP ലീഗ് സഖ്യം എന്ന് വിളിച്ചാണ് CPM കളിയാക്കിയിരുന്നത്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട്
ഇപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും മകളുടെയൊക്കെ പേരിൽ എത്ര ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷും അന്നുണ്ടായിരുന്ന മറ്റു പലരും ഉന്നയിച്ചത്. ഇതേക്കുറിച്ച് ED അന്വേഷണം നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും പിന്നീട് ED ഇവർ പലരെയും ചോദ്യം ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും അവർ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മുഖ്യമന്ത്രി മകൾ ഉൾപ്പെടെയുള്ളവർ EDയുടെ റഡാറിലാണെന്നും ഏത് നിമിഷം വേണമെങ്കിലും അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. അപ്പോൾ 1970കളിൽ തുടങ്ങിയ ഈ ഒരു ചങ്ങാത്തം അവർ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഡൽഹിയിൽ എത്തുമ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. അത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ അല്ലാതെ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മുഖ്യമന്ത്രി അതിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെയായിരുന്നു ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഡൽഹിയിലെ കേരള ഹൗസിൽ വിളിച്ച് അവരൊരു പ്രഭാത ഭക്ഷണം നൽകി ആദരിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ അന്തർധാര തന്നെയാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇനിയുള്ള അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ CPM ജയിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ CPM സർക്കാരിനെതിരെ BJP നടത്തുന്ന പല സമരങ്ങളും വെറും പ്രഹസനങ്ങളാണ് എന്ന് ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അവർ ഒക്കച്ചങ്ങാതിമാരാണ്, അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. 1977 എന്താണോ സംഭവിച്ചത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1977 ഒരു മുന്നണിയായി പരസ്യമായി മത്സരിച്ചു എങ്കിൽ ഇപ്പോൾ രഹസ്യമായ ഇത്തരത്തിലുള്ള ഒരു അന്തർധാരയുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി ഇവരെ എല്ലാവരെയും കണ്ടതിന് തൊട്ട് പിന്നാലെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPI പോലും വകവയ്ക്കാതെയാണ് അവർ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു നിലപാട് മാറ്റം തന്നെയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. CPM BJP ബാന്ധവം അല്ലെങ്കിൽ അന്തർധാര ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ. ഓരോരോ സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവയിലെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘത്തിൻ്റെ രീതികളാണ്. അതിന് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ CPM സമയമാവുമ്പോൾ രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വേറെ ചില പ്രയോജനങ്ങൾ BJPക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഇവരെല്ലാവരുടെയും പൊതു താല്പര്യങ്ങൾ ഒന്നായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇവർ തമ്മിലുള്ള ഒരു സഖ്യമുണ്ട്. 1991 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോലീബി സഖ്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ CPM BJP സഖ്യമാണ് രഹസ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഏതായാലും അന്നത്തെ തലമുറയിലെ ഏതായാലും 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന O രാജഗോപാലും അതുപോലെ പിണറായി വിജയനുമെല്ലാം ഇന്നും രാഷ്ട്രീയത്തിൽ ഇവിടെ സജീവമാണ്. അവർക്കെല്ലാവർക്കും അറിയാം ഇത് ഒരു കാലത്ത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ ജനം വിശ്വസിക്കുന്നത് ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. അത് പഴയ അന്തർധാരയുടെ മറ്റൊരു പതിപ്പായി മറ്റത് പരസ്യമായ ബാന്ധവമായിരുന്നുവെങ്കിൽ ഇത് രഹസ്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ CPMനെ ആപത് ഘട്ടങ്ങളിലെല്ലാം തന്നെ രക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി ഇപ്പോഴും BJP അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അത് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. 1977 നിന്ന് 2025 എത്തുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയുക.